ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്നത് അമേരിക്കൻ ചലച്ചിത്രമായിട്ടുള്ള ഫ്രാക്ചേർഡ് എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഇതിനകത്ത് 3 കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ ഒരു ഫാമിലിയിലെ റേ, അതുപോലെ ജോനെ, അതുപോലെ പെറി എന്നുള്ള ഒരു കപ്പിളാണ്. അവരുടെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു 6-7 വയസ്സ് 5-6 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പടം എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിയുമ്പോൾ ഇവരൊരു റോഡ് ട്രിപ്പ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പടത്തിൽ ഒരു പ്രധാന സംഭവം നടക്കുന്നുണ്ട്. ഇവരൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ കുട്ടിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ അതെന്താന്ന് പറഞ്ഞാൽ ആ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് അവിടെ തീരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താന്ന് പറയുന്നില്ല. ഈ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ, ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ, ഒരു 35 മിനിറ്റ് ഒക്കെ സമയമുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവത്തിന് ശേഷം ഈ ഒരു നായകനും നായികയും കൂടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമയുടെ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് ഉള്ളിലാകുകയാണ്. അതായത് സിനിമയുടെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ട് പോകുന്ന പോലെയാണ്. ആ നായകന്റെ കൂടെ ആ നായകനായിട്ട് നമ്മളും സഞ്ചരിക്കുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് ഈ സിനിമയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. ആ സിനിമയുടെ ഉള്ളിൽ കൂടെ നമ്മൾ ആ നായകന്റെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ചിന്തകളായിട്ട് നമ്മളിലേക്ക് കടന്നു വരും. അത്രയ്ക്കും അതിന്റെ ആ ഒരു എഴുത്തും ആ ഒരു മേക്കിങ്ങും എല്ലാം കൊണ്ട് തന്നെ വളരെയധികം മികച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. 2019 ഇറങ്ങിയാണ്. സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. അപ്പൊ ഇതിനകത്തൊരു കൗൺസിലിങ്ങിന്റെ റോളിലൊക്കെ വന്നൊരു ലേഡി ഉണ്ട്. അവരൊക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം അവരുടെയൊക്കെ സംഭാഷണം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. നമ്മൾ എന്താ സത്യം എന്ന് വിചാരിക്കും. നമ്മൾ അവസാനം വരെ സസ്പെൻസ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മൂവി നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന മാർക്ക് 10ൽ 8 മാർക്കാണ് കൊടുക്കുന്നത്. IMDb റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10 ആണ്. അതായത് കംപ്ലീറ്റ് ആക്ഷൻ രംഗങ്ങളൊന്നും പ്രതീക്ഷിച്ച് സിനിമ കാണരുത്. നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മൂവി തന്നെയാണ്. 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ മൂവി എൻഡ് വരെ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നതെന്നൊരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മളെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ളൊരു ഫിലിമാണ്. ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം.